നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 85. നിഴലൊരു ബിംബമപേക്ഷിയാതെ നിൽപ്പീല എഴുമുലകെങ്ങും അബിംബമാകയാലേ നിഴലുമതല്ലിത് നേരുമല്ല വിദ്വാനെഴുതിയിടും പണി പോലെ കാണുമെല്ലാം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ ദർശനങ്ങളിലും വിവാദ വിഷയമായിരിക്കുന്ന ഒരു വസ്തുതയാണ് കാണപ്പെടുന്ന ലോകത്തിൻ്റെ യാഥാർത്ഥ്യം. കാണുന്നതെന്നും കാണപ്പെടുന്നതെന്നും കാണുന്നതുപോലെ തോന്നുന്നതെന്നും കാണപ്പെടുന്നതുപോലെ തോന്നുന്നതെന്നും മറ്റും നാം പറയുമ്പോൾ രണ്ടു മാതിരി കാഴ്ചയെപ്പറ്റി നാം പരാമർശിക്കുന്നുണ്ട്. പ്ലേറ്റോയുടെ ഡയലോഗുകളിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം കേവലം നിഴലു മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പരമാർത്ഥത്തിലുള്ളതെന്നും കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പ്രതിഫലിക്കുന്നതെന്നും അനുഭവത്തെ അദ്ദേഹം രണ്ടായി തിരിക്കുന്നു. നിഴലുണ്ടായിരിക്കണമെങ്കിൽ ആ നിഴലിന് ആധാരമായിരിക്കുന്ന ഒരു മൂർത്ത വസ്തു ഉണ്ടായേ മതിയാവൂ. ഈ കാണപ്പെടുന്ന ലോകം ഒരു നിഴലാണെങ്കിൽ ആ നിഴലിനെ വീഴ്ത്തുന്നതായ വേറൊരു സമൂർത്ത ലോകം എവിടെയെങ്കിലും സ്ഥിതി ചെയ്യണം. അങ്ങനെ ഒരു ലോകത്തെ എവിടെയും കാണാനില്ല. അതുകൊണ്ട് ഈ ലോകം വാസ്തവമാണെന്ന് പറയാനോ അല്ലെന്ന് പറയാനോ കഴിയുന്നില്ല. ഒരു വസ്തുവിൽ വീഴുന്ന വെളിച്ചം അതിൽ കൂടി കടന്നു പോകാതെ ഇരിക്കുമ്പോൾ തറയിലോ ഭിത്തികളിലോ വീഴ്ത്തുന്ന ഇരുണ്ട രൂപത്തിൽ നിന്നും ആ നിഴൽ ഒരു മനുഷ്യൻ്റേതോ കുതിരയുടേതോ നായുടേതോ പക്ഷിയുടേതോ മരത്തിൻ്റേതോ എന്ന് പറയുവാൻ കഴിയും. ജലത്തിൽ പ്രതിഫലിക്കുന്ന ഛായ മൂലവസ്തുവിനോട് കൂടുതൽ സാദൃശ്യമുള്ളതായിരിക്കും. അതിലും വ്യക്തമായിരിക്കും കണ്ണാടിയിൽ കാണുന്ന രൂപം. കണ്ണാടിയിലെ വ്യക്തമായ പ്രതിച്ഛായയിൽ ഇടത് വലത്തും വലതിടത്തുമായി പോകും. പൂർണ്ണമായി തിരശ്ശീലയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമാ ചിത്രങ്ങൾ യഥാർത്ഥമാണെന്ന് തോന്നും. അതുമായി വ്യവഹാരത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. ഇതെല്ലാം നിഴലുകളാണ്. ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ് മുമ്പിൽ വന്നു നിൽക്കുന്നതായ ആളുകൾ. അവരെ കാണാം, തൊടാം, അവരോട് സംസാരിക്കാം. അതുകൊണ്ട് കാണുന്നത് പോലെയാണ് അവരുടെ വാസ്തവികമായ സത്ത എന്നു തീരുമാനിക്കാമോ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രചലിപ്പിക്കുന്നതായ ഊർജങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന രാസയോഗ വ്യത്യാസത്തെയും ആലക്തികങ്ങളെയും ഏതോ ഒരു മായാവ്യവസ്ഥ പോലെയുള്ള ചിച്ഛക്തി വ്യാഖ്യാനിച്ചു തരുന്നതാണല്ലോ പ്രത്യക്ഷാനുഭവം എന്ന് പറയുന്നത്. നാം വാസ്തവമായി എണ്ണുന്നത് ഇന്ദ്രപ്രസ്ഥം കാണാൻ ചെന്ന കൗരവന്മാർക്ക് ഉണ്ടായ മാതിരി സ്ഥല ജലഭ്രാന്തിയാണോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. സ്വപ്നവും നിഴലുകളാണ്. സ്വപ്നാവസ്ഥയിൽ കാണുന്നതും അനുഭവിക്കുന്നതും വളരെ വ്യക്തമായി അറിയാറുണ്ട്. ഉണരുന്നതുവരെ അത് അസത്യമാണെന്ന് അറിയുന്നതേയില്ല. നടന്ന സംഭവത്തെയും സ്വപ്നത്തിൽ കണ്ടതിനെയും തിരികെ ഓർക്കുമ്പോൾ ഒരേ മാതിരി മാനസികമായ നിഴലുകളെ അർത്ഥമുള്ള രീതിയിൽ പുനരാവിഷ്കരിക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർണമായ ഈ സാർത്ഥ ചിത്രങ്ങളെ നമ്മുടെ ഉള്ളിലിരുന്ന്
പ്രതീതമാക്കുന്ന ചിത്രകാരൻ ആരെന്ന് നാം അറിയുന്നില്ല. എന്നാലും ഏതൊരു ചിത്രകാരനെയും ജയിക്കുന്ന രീതിയിൽ അമേയമായ ഒരു ശക്തിവിശേഷം ഏത് ഉറക്കിലും ഉണർവിലും നിരന്തരമായി ലോകചിത്രത്തിൻ്റെ രചന ചെയ്തുകൊണ്ട് തന്നെയിരിക്കുന്നു.